ഹലോ, ഇന്ന് നമ്മളൊരു പുതിയ കൂട്ടാൻ വയ്ക്കാൻ പോവുകയാണേ. എന്തെന്നാന്ന് അറിയണ്ടേ നിങ്ങൾക്ക്? പിന്നെ അറിയാം. ഇത് കണ്ടോ, ഇത് വെച്ചാണോ കൂട്ടാൻ വെക്കാൻ പോണേ? ഇത് വെച്ചല്ല, ഇത് ഞാനിപ്പോ എല്ലാം അരിഞ്ഞു പെറുക്കി എല്ലാം വച്ചുപോയി. ഓ, കൂണാണ്. അപ്പൊ ഞാനത് കറി വെക്കാൻ പോവാ. ഇതാണ് കറി വെക്കാനുള്ള സാധനം. കണ്ടോ, മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ടല്ലേ? 200 ഗ്രാം ഉണ്ടോന്ന് നോക്കിയേ, ഇച്ചിരിയേ ഉള്ളൂ. ഇത് മറ്റേ ചിപ്പിക്കൂൺ പോലത്തെ കൂണല്ലല്ലോ. അല്ല, ഇത് നല്ല കൂണാണ്. ഇതുകൊണ്ടാണ് ഇന്ന് കറി വെക്കാൻ പോകുന്നത്. ഓക്കെ, ഇത് എന്ത് കറിയാ വെക്കാൻ പോണേ? ഇറച്ചി വെക്കുന്ന പോലെ വെക്കാനാണ് പപ്പ പറഞ്ഞത്. അപ്പൊ അതുപോലെ അങ്ങ് വെക്കാൻ നോക്കും. ഓക്കെ, ഞാൻ വെച്ചിട്ടില്ല ഇതുവരെ. നല്ലതാന്ന് പപ്പ പറഞ്ഞു. പപ്പൊക്കെ അവിടെ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ വെക്കാറുണ്ടായിരുന്നു, നല്ലതാന്ന് പറഞ്ഞു. അപ്പൊ ഒന്നൊന്ന് വെച്ച് നോക്കാം. ഓക്കെ, ഞങ്ങളും വെച്ച് നോക്കിയിട്ട് ഞാൻ തീയലും തോരനൊക്കെ വെച്ചിട്ടുള്ളൂ ഈ കൂണുകൊണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് ഇങ്ങനെയൊന്ന് വെച്ച് നോക്കാം. ഇതെന്തോ പരസ്യത്തിന് പിടിച്ചോണ്ടിരിക്കണോ അല്ലേ? കണ്ടോട്ടെ, എല്ലാരും കാണട്ടെ സാധനം. ഓക്കെ, അതാണ് നമ്മൾ ഇന്ന് വെക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വെക്കാണ്. നമ്മൾ ഓൺലൈനിൽ നിന്ന് എണ്ണ ഒഴിക്കണ കുപ്പി വാങ്ങിച്ചു കേട്ടോ. ഒത്തിരി നാളായിട്ട് നമ്മൾ ആഗ്രഹിച്ച സാധനമാണ്. നല്ല സൂപ്പർ സാധനം. എന്തായാലും അപ്പൊ നമുക്ക് 1 ലിറ്ററിന്റെ കിട്ടിയിട്ടുണ്ട്. വറ്റൽമുളക് ഇട്ടു. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം. മൊത്തത്തിലും കുറഞ്ഞിട്ടേ ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റാം അല്ലേ? ഓക്കെ, സവാള ഇടാൻ പോവാണ്. കരിഞ്ഞ കളഞ്ഞ ഇടമോ? ഇഞ്ചി, സവാള ഭയങ്കരമായിട്ട് മൂക്കുന്ന എനിക്കിഷ്ടമല്ല. തോരനായിരുന്നെങ്കിൽ ഇത്ര പണിയൊന്നുമില്ലായിരുന്നു. ഈ ഒരു സ്റ്റെപ്പിൽ നമുക്ക് ആ കൂണും കൂടെ ചേർത്തിട്ട് അരപ്പും ചേർത്ത് അങ്ങ് അടച്ചു വെച്ചാൽ മതിയായിരുന്നു. ഇതും മറ്റുള്ള മസാലകളെല്ലാം കൂണ് വെന്ത് കഴിയുമ്പോൾ അതിനെ കൂടെ ചേർത്താൽ മതിയായിരുന്നു. അപ്പം നമുക്കത് നന്നായിട്ടൊന്ന് വഴറ്റാം അല്ലേ? വഴറ്റിയിട്ട് കാണിക്കാം. തക്കാളിക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഉള്ളി വഴറ്റാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലേ? അപ്പോഴത്തെ സൈഡിൽ ദോശ റെഡിയാക്കണം. നെയ് റോസ്റ്റ് റെഡിയാക്കിക്കൊണ്ട്. ആദ്യത്തെ ദോശയായിട്ട് അങ്ങനെ ഇല്ല, ഇതങ്ങനെ തന്നെ. ആ മാവ് നല്ല പതഞ്ഞ് നിൽക്കുന്ന മാവായതുകൊണ്ട് ചേട്ടനുള്ള നെയ് റോസ്റ്റ് റെഡി. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് ചേർക്കാം. ഓക്കെ, ഇനി പ്രത്യേകം മെനക്കെടണം. അളവൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച്. എരിവിൻ്റെ എല്ലാം നിങ്ങൾ നോക്കി എടുത്തോളണം. അതുകൂടെ നമുക്ക് വഴറ്റിയേക്കാം അല്ലേ? ഇപ്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയുടെയും ഇതെല്ലാം പച്ചപ്പ് മാറിയിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളക്കണ്ട. അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അടുത്ത നമുക്ക് മഷ്റൂം ചേർത്ത് കൊടുക്കാം. തിളക്കണ്ട, അതിന് മുമ്പ് നമ്മൾ മഷ്റൂം വെച്ചു കേട്ടോ. ഇവിടെ ആകെ തിരക്കായി. വാവ്, ഇവിടെ വെള്ളം വേണ്ടേ? അതിനകത്തുനിന്ന് കുറച്ച് ഇറങ്ങും വെള്ളം, എന്നാലും വേണ്ടി വരും. വെച്ചിരിക്കുന്ന പെരിഞ്ചീരകം, കറുവാപ്പട്ട, ഗ്രാമ്പൂ, തക്കോലം, അതുപോലെ തന്നെ കുരുമുളക് എന്നിവയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുത്തത്. നമ്മൾ ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുത്താം അല്ലേ? ഇനി ഇതിൻ്റെ അകത്ത് വേറൊരു സാധനം കൂടെ ചേർക്കാനില്ലേ? സ്വാദം നോക്കിയിട്ട് ചേർത്താൽ മതി. മസാല തന്നെയാണ്. നമ്മുടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതായത് ഇപ്പോൾ റോസ്റ്റ് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി റെഡി ആയല്ലേ? വെള്ളം വേണ്ടവർക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളത്തിൽ ചേർത്തുണ്ടാക്കാം അല്ലേ? നമുക്ക് ഇത്തിരി റോസ്റ്റ് പോലെ ഇഷ്ടം. ഉദിയായിരുന്നോ? ഞാൻ ടേസ്റ്റ് നോക്കാൻ പോവാണേ. നല്ല ടേസ്റ്റ് ഉണ്ട്. എങ്ങനെയുണ്ട്? ചിക്കൻ കറി പോലൊക്കെ തോന്നും.
കാലിയിട്ടില്ല കേട്ടോ ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മ ടേസ്റ്റ് ഉണ്ട്. ഞാനൊന്ന് ഉപ്പ് നോക്കിയപ്പോൾ നോക്കിയതാണ്. കൊള്ളാലോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അല്ല അപ്പം എല്ലാവരും ഇനി ഇതുപോലത്തെ കൂണൊക്കെ ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് കടയിലൊക്കെ കിട്ടും അല്ലേ. അപ്പോൾ വാങ്ങിച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. എന്നിട്ട് ഇതുപോലെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വരാം. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നമ്മളത് പറയുന്നത് മാത്രമേ ഉള്ളൂ, ആരും ചെയ്യുന്നില്ല. പിന്നെ ആർക്കെങ്കിലും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. ടാറ്റാ. ഇതുവരെ ആയിട്ടുണ്ടോ നോക്കാം. ഓക്കേ. അപശബ്ദങ്ങളൊക്കെ കേൾക്കുന്നമ്മേ. അത് സാരമില്ല, മാത്രമൊക്കെ എടുക്കുമ്പോൾ തന്നെ ഞാൻ താഴെ ഒരു പുകമയല്ലേ വയ്ക്കുമ്പോൾ പോരും. ഇതെന്തോ പോലൊക്കെ തോന്നുന്നുണ്ട്. ഇച്ചിരി ഇരിക്കട്ടെ. ഒന്നുകൂടെ അടച്ചു വെക്കാം. കൂണ് വേകണം.